ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ്. ഇന്നല്ലേ നമുക്കൊരു ക്യാരക്ടർ സ്കെച്ച് എങ്ങനെ വൃത്തിക്കും വെടുപ്പിനും എഴുതാന്നുള്ളത് നോക്കാം. നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് പഠിച്ചു വരുന്ന ഒരു സാധനമാണ് ഈ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യം മുടങ്ങാതെ ചോദിക്കുന്ന ഒരു സാധനമാണ് ഈ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. നമുക്കറിയാം എഴുതാൻ എങ്ങനെയാണ് ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടത്. നമുക്ക് ഒരുപാട് നാളായിട്ട് അറിയാം, ഒരുപാട് ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ വിചാരിച്ച പോലെ ഇടയ്ക്ക് നമുക്ക് മാർക്ക് കിട്ടാറില്ല. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നല്ലേ, സംടൈംസ് ഇഫ് യു ഫോക്കസ് ഓൺ ദ സ്റ്റോറി റാദർ ദാൻ ദ ക്യാരക്ടർ. സോ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫോക്കസ് പോകേണ്ടത് ക്യാരക്ടറിലേക്കാണ്, സ്റ്റോറിയിലുള്ള ഇവന്റ്സിലേക്കല്ല. കഥയിൽ എന്താണോ നടന്നത് അതിലേക്കല്ല നമ്മുടെ ഫോക്കസ് പോകേണ്ടത്, ക്യാരക്ടറിലേക്കാണ് ഫോക്കസ് പോകേണ്ടത്. സോ ക്യാരക്ടർ സ്കെച്ചിൽ നമുക്ക് അനാവശ്യമായിട്ട് നമ്മുടെ സ്റ്റോറിയിലെ ഇവന്റ്സ് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എന്താണ് ഈ ക്യാരക്ടർ സ്കെച്ചിൽ വേണ്ടത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതാണ് നാം ഫണ്ടമെന്റലി എന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കഥാപാത്രത്തിന്റെ പേര് എന്താണ്, ക്യാരക്ടറിന്റെ നെയിം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഇനി ക്യാരക്ടർ ആരാണ് എന്നുള്ളത് പറയാം. അത് പ്രൊട്ടാഗണിസ്റ്റ് ആണോ ആന്റഗണിസ്റ്റ് ആണോ എന്നുള്ളതൊക്കെ പറയാം. സോ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ക്യാരക്ടർ ആകുന്ന സമയത്താണ്, അല്ലെങ്കിൽ സെൻട്രൽ ക്യാരക്ടർ എന്ന് തന്നെ പറഞ്ഞാൽ മതി. സെൻട്രൽ ക്യാരക്ടറിനാണ് നമ്മൾ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി സെൻട്രൽ ക്യാരക്ടർ അല്ല എന്നുണ്ടെങ്കിൽ സെൻട്രൽ ക്യാരക്ടറിന്റെ ആരാണ് ഈ കഥാപാത്രം എന്നുള്ളത്, അച്ഛനാണോ അമ്മയാണോ ഭാര്യയാണോ ആരാണെന്നുള്ളത്, വൈഫാണോ എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുക. അതാണ് രണ്ടാമത്തെ പരിപാടി എന്ന് പറയുന്നത്. പിന്നെ ഏജ് എല്ലാ സമയത്തും അവിടെ മെൻഷൻ ചെയ്യണമെന്നില്ല. പക്ഷെ ഏകദേശം നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ ക്യാരക്ടറിന്റെ ഏകദേശം ജോബ് റോളോ അല്ലെങ്കിൽ സ്റ്റുഡന്റ് ആണോ അങ്ങനെ എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ അത് നമുക്ക് മെൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ഏതൊരു ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ തന്നെ എഴുതാൻ വേണ്ടി പറ്റും. ഇതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഒന്നുമില്ല, നിങ്ങൾ ഇത് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. പക്ഷെ ഇത്രയും കാര്യങ്ങളാണ് അവിടെ വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാം. സോ ഒന്നാമത് ബേസിക് എല്ലാം കവർ ചെയ്തു. രണ്ട്, അപ്പിയറൻസിനെ കുറിച്ച് മെൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റണം. സോ നമ്മുടെ കഥയിൽ വളരെ യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഫിസിക്കൽ ഫീച്ചേഴ്സ്, കാണാൻ എങ്ങനെയാണ്, മുടിയുടെ നീളം, മുടിയുടെ കളറ്, കണ്ണിന്റെ നിറം, തൊലിയുടെ നിറം, വണ്ണം, നീളം, ഇത്രയും കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഊഹിച്ചെഴുതണ്ട ഏകദേശം മുടിയുടെ നീളം ഇത്ര ആയിരിക്കും, ഏകദേശം വണ്ണം ഇത്ര ആയിരിക്കും എന്നൊന്നും എഴുതണ്ട. യുണീക്കായ ഫിസിക്കൽ ഫീച്ചേഴ്സ് നമ്മുടെ കഥയിൽ പറയുന്നുണ്ടെങ്കിൽ മാത്രം അതിനെ മെൻഷൻ ചെയ്യുക. സോ ബേസിക്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഒരു 1-2 സെന്റൻസിൽ ബേസിക്സ് കവർ ചെയ്യുക. രണ്ടാമത്തെ കാര്യം അപ്പിയറൻസ് എങ്ങനെയാണെന്ന് പറയാ, കവർ ചെയ്യുക. മെയിൻ ആയിട്ടുള്ള പോയിന്റ് പേഴ്സണാലിറ്റിയാണ്. ഒരു ക്യാരക്ടർ സ്കെച്ചിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേണ്ടത് ആ കഥാപാത്രത്തിന്റെ സ്വഭാവ വിശേഷണം എന്താണെന്നുള്ളതാണ്, ക്യാരക്ടർ എന്താണെന്നുള്ളതാണ് അവിടെ പറയേണ്ടത്. ചില കേസുകളിൽ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെയുള്ള അപ്പിയറൻസിനെ കുറിച്ച് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ടാവില്ല, ഏജിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ എല്ലാ കഥാപാത്രങ്ങളെ കുറിച്ചും കൃത്യമായിട്ടുള്ള അതിന്റെ സ്വഭാവ വിശേഷണത്തിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. സോ എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു 3 to 5 പേഴ്സണൽ ട്രേറ്റ്സ് എല്ലാ ക്യാരക്ടറിനെ കുറിച്ചും നമുക്ക് പറയാൻ പറ്റും. അത് ബ്രേവ് ആണോ, ലോയൽ ആണോ, സർക്കാസ്റ്റിക് ആണോ, ഇത്രയും കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ടാവും. കോൺഫിഡന്റ് ആണോ, ഡിറ്റർമിനന്റ് ആണോ, വെറ്റ്ഫുൾ ആണോ. സോ ഒരുപാട് ക്യാരക്ടറിന്റെ ക്വാളിറ്റീസും ട്രേറ്റ്സുകളും അവിടെ പറയുന്നുണ്ടാവും. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നിങ്ങൾ കഥ വെറുതെ എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. എല്ലാം ഇരിക്കുന്നത് ആ പേഴ്സണാലിറ്റിനെ നിങ്ങൾ എങ്ങനെ പറയുന്നു. ഇനി ഈ പേഴ്സണാലിറ്റിയെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയണം എന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ളവരാണ്. എങ്ങനെ നമുക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വാലിഡേറ്റ് ചെയ്യാൻ മാത്രം നമുക്ക് സ്റ്റോറിയിലുള്ള ഇവന്റ്സ് പറയാം. സ്റ്റോറിയിലുള്ള ഇവന്റ്സ് വളരെ ചുരുക്കിയിട്ട് പറയാം. കോൺഫിഡന്റ് ആണെന്നുള്ളത് കാണിക്കാൻ കഥയിലുള്ള ഏതെങ്കിലും ഒരു ഭാഗം വളരെ ചുരുക്കിയിട്ട് പറയാം. അതാണ് നമ്മൾ സ്റ്റോറിയിലുള്ള ഇവന്റ്സ് അതിന് എത്ര മാത്രം റെലവൻസ് ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ക്യാരക്ടറിന്റെ ഒരുപാട് ഹാബിറ്റ്സ് ഉണ്ടാവും, നല്ലതും ചീത്തതും ഒക്കെയുള്ള ഹാബിറ്റ്സ് ഉണ്ടാവും, ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും, താല്പര്യങ്ങൾ ഉണ്ടാവും. പിന്നെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നമ്മൾ കഥാപാത്രത്തിന് ഒരു സ്ട്രെങ്ത് ഉണ്ടാവുമല്ലോ. കഥ തുടങ്ങുമ്പോൾ നമുക്ക് കോൺഫിഡന്റ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ, ബ്രേവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ ക്യാരക്ടറിന്റെ സ്ട്രെങ്ത് ആണ്. അതുപോലെ തന്നെ ക്യാരക്ടറിന് ഒരുപാട് വീക്ക്നെസ്സുകൾ ഉണ്ടാവും. ഇത് കഥയിൽ പറയുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് എഴുതിയാൻ വേണ്ടി മതി. ഓക്കെ, ഏറ്റവും അവസാനത്തിലേക്ക് വരുമ്പോൾ ഈ കഥാപാത്രത്തിന് മറ്റ് കഥാപാത്രങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് ഒരു 1-2 സെന്റൻസുകളാക്കി എഴുതി കഴിഞ്ഞാൽ വൃത്തിക്കും വെടുപ്പിനും നമ്മൾ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതി കഴിഞ്ഞു. ഒരു മാർക്കും ആരും കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വേണമല്ലേ. എക്സാമ്പിൾ നോക്കിക്കോ. അറ്റംപ്റ്റ് അസസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ഓഫ് ഹോക്കിംഗ് ഇൻ എ ഷോർട്ട് പാരഗ്രാഫ്. ഇവിടെ ചോദിച്ചിരിക്കുന്നതില്ലേ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ക്യാരക്ടർ സ്കെച്ച് തന്നെയാണ്. ഓക്കെ, ക്യാരക്ടർ സ്കെച്ച് ആണ് ഇവിടെ ചോദിച്ചിരുന്നത്. മക്കളെ, പേഴ്സണാലിറ്റി അസസ്മെന്റ് എന്ന് പറയുന്നതല്ലേ ക്യാരക്ടർ സ്കെച്ച് തന്നെയാണ്. ഇത് നിങ്ങളെ ടെക്സ്റ്റിൽ നിന്ന് ഞാൻ എടുത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ
കഥാപാത്ര നിരൂപണം എങ്ങനെയാണ് എഴുതാമെന്ന് സാറ് നിങ്ങൾ എന്നോട് ചോദിക്കല്ലേ. കാരണം ഇതൊരു കഥയല്ല, ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒരു പ്രൊഫൈലാണ്. സോ ഇതിൽ നിന്ന് എങ്ങനെയാണ് ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാന്ന് പറഞ്ഞാൽ, ഇവിടെ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ റിയൽ ലൈഫ് ക്യാരക്ടർ ആണെങ്കിൽ കൂടെ അത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അതിൽ ഒരുപാട് പേഴ്സണാലിറ്റി ട്രേറ്റ്സുകൾ പറയുന്നുണ്ട്, സ്വഭാവ വിശേഷങ്ങൾ പറയുന്നുണ്ട്, ബാക്കിയുള്ള ഒരുപാട് താല്പര്യങ്ങളും വീക്ക്നെസ്സും സ്ട്രെങ്ത്തും എല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രോബബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പേഴ്സണാലിറ്റി അസസ്മെന്റ് ഓർ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. നോക്കിയിട്ട് എങ്ങനെയാണ് എഴുതേണ്ടത്. Hawking was a man of determination and perseverance when he was at Oxford in his late teens. ഇവിടെ ശ്രദ്ധിച്ചോ, ഒന്നാമത് ഞാൻ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പേര് കൊടുത്തു. നിങ്ങൾ മുഴുവൻ പേര് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇവിടെ ഞാൻ കൊടുത്തിട്ടില്ല. ഇവിടെ ഡിറ്റർമിനന്റ് ആണെന്ന് പറയുന്നത് ഒരു ക്വാളിറ്റിയാണ്, പെർസീവറൻസ് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റിയാണ്, ലേറ്റ് ടീൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഏജ് ഞാൻ അവിടെ മെൻഷൻ ചെയ്തില്ലേ. ഇനി അവിടെ പറയുന്നുണ്ട് ഹി വാസ് ലൈവ്ലി, ബോയന്റ് ആൻഡ് അഡാപ്റ്റബിൾ. സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അഡാപ്റ്റബിൾ ആണ്, ഭയങ്കര ലൈവ്ലി ആണ്, ഉത്സാഹവാനായിട്ടുള്ള ഒരാളാണ്. ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്നത് ആ പേഴ്സണാലിറ്റി ആ ക്യാരക്ടറിന്റെ പേഴ്സണാലിറ്റിയാണ്, പേഴ്സണാലിറ്റി ട്രേറ്റ്സുകളാണ്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ കൊടുത്തിരിക്കുന്ന ഓർഡറിലൊന്നുമല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഓർഡറിൽ കൊടുക്കാം, പക്ഷേ അതിൽ ഇത്രയും കാര്യങ്ങൾ വരണം എന്നുള്ളത് മനസ്സിലാക്കാം. ഹി വോർ ഇസ് ലോങ് ഹെയർ. ശ്രദ്ധിച്ചോ, ഇതൊരു ഫിസിക്കൽ ഫീച്ചറാണ്. മുടി നീട്ടി വളർത്തിയെന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഫീച്ചറാണ്. ഹി വാസ് ഫേമസ് ഫോർ ഹിസ് വിറ്റ്, പേഴ്സണാലിറ്റി ട്രേറ്റ് ആണ്. ഹി ലൈക്ഡ് ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്ട്. താല്പര്യങ്ങൾ, ഇൻട്രസ്റ്റുകൾ, ഹാബിറ്റ് ഞാൻ ഇവിടെ പറഞ്ഞു. വെൻ he was in third year at Oxford, he applied to PhD at Cambridge. He was accepted on condition that he got a first at Oxford. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ ഈ പറഞ്ഞ ക്യാരക്ടർ പേഴ്സണാലിറ്റി ട്രേറ്റുകളൊക്കെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ ഞാൻ കഥയിലുള്ള അല്ലെങ്കിൽ പ്രൊഫൈലിലുള്ള ഒരു സംഭവം, ഒരു ഇവന്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. നോക്കിക്കോ. ബട്ട് ഡ്യൂറിംഗ് ദ എക്സാമിനേഷൻ ഹി ഹാഡ് ഓൺലി ബോർഡർ ലൈൻ മാർക്സ് ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. ഇവിടെ ഓൾസോ ആ ഒരു ക്യാരക്ടറിന് കോൺഫിഡൻസ് കുറയുന്നതും നമ്മളൊരു വീക്ക്നെസ് ആയിട്ട് കൂടെ പറയുന്നുണ്ട്. അപ്പൊ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ദ എക്സാമിനർ സമ്മൺഡ് ഹിം and asked him about his plan. He told them bluntly. അതായത് വലിയൊരു കൂസലൊന്നും ഇല്ലാതെ ചുമ്മാ അങ്ങോട്ട് പറഞ്ഞു. അതായത് ഈ എക്സാമിന് ഫസ്റ്റ് കിട്ടിയെങ്കിൽ മാത്രമേ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് PhD എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഈ ഇന്റർവ്യൂ സമയത്ത് അദ്ദേഹം ഫസ്റ്റിന് സെക്കൻഡിൽ നടുക്കാണ് അദ്ദേഹത്തിന്റെ റിസൾട്ട് വന്നത്. സോ ഇന്റർവ്യൂവിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ അദ്ദേഹം ആൻസർ ചെയ്യുന്നത്, ഇഫ് ഐ ഗെറ്റ് എ ഫസ്റ്റ് ഐ ഷോൾ ഗോ ടു കാംബ്രിഡ്ജ്, ഇഫ് ഐ റിസീവ് എ സെക്കൻഡ് ഐ വിൽ റിമെയിൻ അറ്റ് ഓക്സ്ഫോർഡ്. എനിക്ക് ഫസ്റ്റ് തന്നെങ്കിൽ മാത്രമേ എനിക്ക് കാംബ്രിഡ്ജിലേക്ക് പോകാൻ പറ്റൂ. വളരെ സില്ലി ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇത് എന്തിനാണ് കാണിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഒരു വിറ്റ്ഫുൾ നേച്ചറാണ്, അദ്ദേഹത്തിന്റെ ഒരു സർക്കാസ്റ്റിക് നേച്ചറാണ്. വിറ്റ്ഫുൾ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, സർക്കാസ്റ്റിക് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളെ ഞാൻ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വാലിഡേറ്റ് ചെയ്യാൻ കഥയിലുള്ള പ്രൊഫൈലുള്ള ഒരു ഭാഗം ഞാൻ എടുത്ത് പറയണം. ദേ ഗേവ് ഹിം എ ഫസ്റ്റ് ആൻഡ് ഹി വെന്റ് ടു കാംബ്രിഡ്ജ്. This shows how frank and open he was. എത്രത്തോളം തുറന്ന മനസ്സുള്ള ഒരാളാണെന്നുള്ളതും എത്രത്തോളം ഫ്രാങ്ക് ആണെന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. When he was at 21, he contracted a rare disease which caused disintegration of the nerve cells of his spinal cord and brain. ഈ അസുഖം വന്ന കാര്യം അമയോട്രോഫിക് ലാറ്ററൽ സ്ലിറോസിസ് എന്നുള്ളതായിരുന്നു അസുഖത്തിന്റെ പേര്. നിങ്ങൾ എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല, അതാണ് അസുഖത്തിന്റെ പേര് എന്ന് പറയുന്നത്. He walked around with a cane supporting himself against a wall. His speech was impaired, but nothing stopped from achieving what he wanted. അദ്ദേഹത്തിന്റെ പെർസീവറൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം ആ ഒരു ഗോളിന്, ജീവിതത്തിലുള്ള ഒരു ഗോളിന് എത്രത്തോളം അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി ജെയിൻ വൈൽഡുമായിട്ടുള്ള റിലേഷൻ കാണിക്കണം. ഞാൻ അവസാനത്തിലേക്ക് പറഞ്ഞു, മറ്റുള്ള ക്യാരക്ടേഴ്സുമായിട്ടുള്ള ബന്ധം. ജെയിൻ വൈൽഡുമായിട്ടുള്ള കല്യാണത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹി ലോസ്റ്റ് ഹിസ് വോയിസ് ഓഫ് ട്രക്യോട്ടമി ഓപ്പറേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഇക്വലൈസർ യൂസ് ചെയ്ത കാര്യം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ബുക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് പാരഡോക്സസ് ദാറ്റ് വിൽ സർപ്രൈസ് us. He is often called as another Einstein. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ക്യാരക്ടർ സ്കെച്ചിൽ എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. പേഴ്സണാലിറ്റി ട്രേറ്റ്സുകൾ പറഞ്ഞിട്ടുണ്ട്, അപ്പിയറൻസ് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് വീക്ക്നെസ്സും ഹാബിറ്റ്സും പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ള കഥാപാത്രങ്ങളുമായിട്ടുള്ള ബന്ധം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തുടങ്ങിയത് ഞാൻ ബേസിക് ആയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഇങ്ങനെയാണ് വൃത്തിക്കും വെടുപ്പിനും നമ്മളൊരു ക്യാരക്ടർ സ്കെച്ച് ചെയ്തെന്നുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നു എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് പോട്ടെ. താങ്ക് യു.